അന്ന് കൊട്ടേഷനും കഴിഞ്ഞ് വരും വഴി ഹോട്ടൽ കയറി ഭക്ഷണം കഴിക്കാൻ കയറി. ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് പുറകിൽ നിന്നുള്ള സംസാരം കേൾക്കാൻ തുടങ്ങിയത്. വെറുതെ അവരുടെ സംസാരം ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിലവരുടെ വായിൽ നിന്ന് വന്നൊരു പേര്, അത് കേട്ടുടൻ നോക്കിയ നോട്ടം. ആ ഒരു നിമിഷം ഇന്നും എൻ്റെ കൺമുമ്പിലുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് ശിവ കണ്ണുകൾ അടച്ചു. അഞ്ജലിയുടെ കൂട്ടുകാരികൾ സംസാരിക്കുമ്പോഴാണ് അഞ്ജലി അങ്ങോട്ട് വരുന്നത്. അവളെ കണ്ടതും ഒരുത്തി അഞ്ജലി വന്നെന്ന് എല്ലാവരോടും പറഞ്ഞതും ശിവയുടെ നോട്ടം വാതിലേക്ക് നീണ്ടത് ഒരുമിച്ചായിരുന്നു. ആ ഒരു നിമിഷത്തെ കാഴ്ച മാത്രം മതിയായിരുന്നു അഞ്ജലി അവൻ്റെ ഹൃദയത്തിൽ കയറാൻ. ആ ദൃശ്യം കൺമുമ്പിൽ എന്ന പോലെ കണ്ടതും ശിവയുടെ ചുണ്ടുകൾ വിടർന്നു. അഞ്ജലി അവനിലെ ഭാവങ്ങൾ നോക്കി കാണുകയായിരുന്നു. തന്നെ സ്നേഹിച്ചിരുന്നെന്നും തന്നെ കാണാൻ ഒരുപാട് തവണ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഡാനി പറഞ്ഞെങ്കിലും അവൻ്റെ ഉള്ളിൽ ഇത്രയും ആഴത്തിൽ താൻ ഉണ്ടെന്ന് അറിഞ്ഞ നിമിഷം അഞ്ജലിയുടെ മിഴികൾ നിറഞ്ഞു. എന്തോ ഒരു പ്രാന്ത് പോലെയായിരുന്നു പിന്നീട്. വെറുതെ ആ മുഖം മാത്രം മനസ്സിൽ. എങ്ങോട്ട് നോക്കിയാലും ആ മുഖം മാത്രം. ഉറങ്ങാൻ പോലും പറ്റാതെ വന്നപ്പോൾ അന്വേഷിച്ചിറങ്ങി. പക്ഷേ എവിടെയെന്നൊന്നും എനിക്കറിയില്ലല്ലോ. ഒരുപാട് അന്വേഷിച്ചു, പക്ഷെ കണ്ടില്ല. മറക്കാൻ പറ്റിയില്ല. മനസ്സിൽ ഒറ്റക്കാവുന്ന നിമിഷങ്ങൾ മാത്രം ഓർക്കാൻ ശ്രമിച്ചു. ആ ഒരു ദിവസം ഒട്ടും പ്രതീക്ഷിക്കാതെ വീണ്ടും ആ മുഖം എൻ്റെ മുന്നിൽ പ്രത്യക്ഷമായി. അന്ന് വിട്ടില്ല. പുറകിൽ പോയി സ്ഥലം കണ്ടുപിടിച്ചു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വഴിയിലൊക്കെ വന്ന് നിൽക്കാൻ തുടങ്ങി. അയാൾ നമ്മളൊന്നും നോക്കുപോലുമില്ല. ഒന്നുകിൽ സംസാരിച്ചുകൊണ്ട് പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും തിന്നുന്നുണ്ടാവും. ശിവ തലശ്ശേരിച്ച് അഞ്ജലിയെ നോക്കിയതും അവൾ ചിരിയോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി. പിന്നെ അത് സ്ഥിരമായി. നേരിട്ട് പോയി പറയാനുള്ള ധൈര്യം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ എൻ്റെ യോഗ്യത ഞാൻ സ്വയം അളന്നു വെച്ചിരുന്നു. എനിക്കൊന്ന് കണ്ടാൽ മാത്രം മതിയായിരുന്നു. ശാലിനിയുടെ പ്രശ്നം വന്നപ്പോൾ അജയെ കൊണ്ടുപോകാനായിരുന്നു പ്ലാൻ. അവനെ പൊക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോഴായിരുന്നു അവൻ്റെ അനിയത്തിയാണെന്ന് പറഞ്ഞ് നിന്നെ എൻ്റെ ആളുകൾ കാണിച്ചെന്ന്. ആ നിമിഷം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. കല്യാണം കഴിക്കണം, കൂടെ കൂട്ടണം, അങ്ങനെ ഒരു മോഹമൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല. മനസ്സിൽ നീ മാത്രമായിരുന്നു. അത്രമാത്രം മതിയായിരുന്നു എനിക്ക്. കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം നിന്നെ എൻ്റെ അടുത്ത് കിട്ടാൻ വേണ്ടി മാത്രം അജയ്ക്ക് പകരം നിന്നെ പൊക്കാൻ തീരുമാനിച്ചു. അതുവരെ ഒരു പെണ്ണിനോട് മോശം സ്വഭാവം കാണിക്കാത്ത ഞാൻ നിന്നെ മാത്രം ഇതിനെ തട്ടിക്കൊണ്ടുവന്നെന്ന് ഡാനിയടക്കം പലരും ചോദിച്ചപ്പോൾ ഒരുപാട് ന്യായങ്ങൾ പറഞ്ഞെങ്കിലും മനസ്സിൽ ഒരൊറ്റ ഉദ്ദേശം മാത്രമായിരുന്നു. ഒരു ദിവസം നിന്റെ കൂടെ കഴിയാനുള്ള ആഗ്രഹം. ഭാര്യയായിട്ടോ കാമുകിയായിട്ടോ ഒന്നുമല്ല, മനസ്സിൽ അത്രയും നാൾ സ്നേഹിച്ച ഒരാളുടെ കൂടെ കഴിയാനുള്ള ഒരു കൊതി. ഒരുപക്ഷെ സ്നേഹിക്കാൻ ആരുമില്ലാത്തതുകൊണ്ട് തോന്നിയതാവും. ഇടർച്ചയോടെ ശിവ അത് പറയുമ്പോൾ അഞ്ജലി അവനെ കൂടുതൽ ഇറുക്കത്തോടെ പിടിച്ചു. രണ്ടുപേരും പിന്നെയൊന്നും മിണ്ടിയില്ല. അവൻ്റെ മൗനം പോലും അവളോട് പ്രണയം പറയുന്ന പോലെ തോന്നിയവൾക്ക്. നീയും എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയെന്നറിഞ്ഞപ്പോൾ ആദ്യം തമാശയായിട്ടാണ് തോന്നിയത്. സിനിമയിലെ പോലെ കാശുള്ള വീട്ടിലെ പെണ്ണിന് തോന്നുന്ന ഒരു ഭ്രമം. പക്ഷെ നീ സീരിയസ് ആണെന്ന് അറിഞ്ഞപ്പോൾ ഭയം തോന്നി. അതുവരെ എന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരുന്ന ഞാൻ നിന്നെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ മൂലം നിനക്കുണ്ടാവുന്ന നഷ്ടങ്ങൾ, സങ്കടങ്ങൾ എല്ലാം ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ തടയാൻ ശ്രമിച്ചത്. പക്ഷെ അപ്പോഴും നിന്നെ വേണമെന്ന് അലറുന്നൊരു മനസ്സ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. താലികെട്ടി കൂടെ പൊറപ്പിക്കണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ശിവ അവിടെ നേരെ തിരിഞ്ഞു. അവനെ മാത്രം നോക്കിക്കൊണ്ട് അവളും. നിന്നോട് ഒഴിയാൻ പറഞ്ഞപ്പോഴെല്ലാം എൻ്റെ മനസ്സ് നിന്നോട് വിട്ടു പോവലേടി എന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്. നിന്നെ തള്ളിയപ്പോഴെല്ലാം നിന്നെക്കാളേറെ ഞാൻ നീറിയിട്ടുണ്ട്. അഞ്ജലി വേഗത്തിൽ അവൻ്റെ വായ്ക്ക് മുകളിൽ കൈവച്ചു. തലയാട്ടിക്കൊണ്ട് അരുതെന്ന് പറഞ്ഞു. നീ എൻ്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്കിപ്പോഴും ഇതിലൊരു സ്വപ്നമാണെന്ന് തോന്നുന്നു. കുപ്പത്തൊട്ടിയിൽ ജനിച്ചു വളർന്ന സ്വന്തം എന്നൊരു പുൽക്കൊടി പോലും ഇല്ലാത്ത എനിക്ക്, ആഗ്രഹിക്കാൻ പോലും യോഗ്യതയില്ലാത്ത നിന്നെ ദൈവം ഇങ്ങനെ എൻ്റെ കയ്യിൽ വെച്ച് തന്ന എന്തിനായെന്ന് മാത്രം എനിക്കറിയില്ല. ഈ സ്നേഹമൊക്കെ ഇങ്ങനെ പൂട്ടിവെച്ചല്ലേ എൻ്റെ മുമ്പിൽ നിന്നിരുന്ന്. നിന്റെ മുമ്പിൽ തുറന്നു കാട്ടിയാൽ ശിവക്ക് പിന്നെ എന്ത് വിലയാടി. ഇപ്പം നല്ല വിലയാ. ഒരു പെണ്ണിനെ സ്നേഹിച്ചിട്ട് അവളോട് പോയി ഇഷ്ടം പറയാതെ അവൾ ഇഷ്ടം തുറന്നു പറഞ്ഞപ്പോൾ ജാടിയിട്ട സാധനം. ശിവ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബൈക്കിനടുത്തേക്ക് നടന്നു. അവർ വീട്ടിൽ ചെല്ലുമ്പോൾ പുറത്തുതന്നെ ഡാനിയും കീർത്തിയും ഉണ്ടായിരുന്നു. അഞ്ജലി ചിരിച്ചുകൊണ്ട് കീർത്തിയുടെ അരികിൽ പോയി നിന്നു. ശിവ ഡാനിയെ കൂർപ്പിച്ച് നോക്കിയതും ഡാനി കീർത്തിയുടെ പുറകിൽ പോയി നിന്നു. ഡാ തല്ലല്ലേ, ഇങ്ങോട്ട് വാടാതിണ്ടി. ഞാൻ വരൂല. ഇവിടെ മുമ്പിൽ വെച്ച് തല്ലിയ എൻ്റെ ഇമേജ് പോടാ. ഒന്നുമില്ലെങ്കിലും ഞാനൊരു കുട്ടി റൗഡിയല്ലേ. എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഇങ്ങോട്ട് വന്നോ നീ. ശിവ ഡാനിയുടെ കൈ പിടിച്ച് തിരിച്ച് പുറകിലേക്കാക്കി. ഡാനി പരമാവധി രക്ഷപ്പെടാൻ നോക്കി. അവസാനം ഡാനി തോൽവി സമ്മതിച്ചു. ഇതെല്ലാം കണ്ട് ചിരിയോടെ അഞ്ജലിയും കീർത്തിയും അകത്തേക്ക് പോയി. അവർ പോയതും ശിവ അവൻ്റെ കൈവിട്ട് മാറി നിന്നു. ഡാനി കൈയൊഴിഞ്ഞുകൊണ്ട് ശിവയെ നോക്കി. അടുത്ത നിമിഷം തന്നെ അവർ പരസ്പരം വാരിപ്പുണർന്നു. നീ എങ്ങനെ കണ്ടുപിടിച്ചൂടാ? ഞാൻ നിന്റെ ചങ്കലേടാ. അപ്പം നിന്റെ ചങ്കിൽ കൊണ്ട് നടക്കുന്നത് എനിക്കറിയില്ലേ. ശിവ അവൻ്റെ വയറിൽ പതിയടിച്ചുകൊണ്ട് അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച്. അപ്പം ഞാൻ നിന്റെ ആരാടാ? നീ എൻ്റെ എല്ലാം. എന്നിട്ട് ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ. ഈ ശിവജിത്തിൻ്റെ എല്ലാ കണക്കൂട്ടുകളും അറിയുന്ന ഒരാളേ ഉള്ളൂ, അത് ഈ ഡാനിയ.
അതുകൊണ്ട് അതറിഞ്ഞങ്ങ് കളിച്ച് നിന്റെ മുമ്പിൽ സംശയത്തിന്റെ ഒരു വിത്ത് പോലും പാകാതെ. അത് ശരിയാ, അവളെ കണ്ടപ്പോൾ നീ നോക്കായിരുന്നേ ഞാൻ സംശയിച്ചിരുന്നു. പക്ഷെ ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഡാനി കോളർ പൊക്കി ഗമയോടെ ശിവയെ നോക്കി. പിന്നൊരു കാര്യമുണ്ടോ? എന്താ, വല്ല കൊട്ടേഷനാണോ? അല്ല, അവർ രണ്ടുപേരും ഒരുപാട് സൗകര്യങ്ങളുള്ള വീട്ടിൽ നിന്ന് വന്നതാ. അത്രയൊന്നുമില്ലെങ്കിലും ഇതിലും കുറച്ച്. നീ പറഞ്ഞു വരുന്നത് ഇവിടുന്ന് മാറുന്നല്ലേ? ഇന്ന് രാത്രി കൂടെ കഴിഞ്ഞാൽ നമ്മളിവിടുന്ന് മാറും. ശിവ ഒന്നും മനസ്സിലാവാതെ ഡാനിയെ നോക്കി. ഡാനി കണ്ണിറുക്കി ചിരിച്ചു. ശിവയുടെ ജീവിതത്തിലെ ഭാഗ്യമാണ് ഡാനി നീ. എൻ്റെ സന്തോഷങ്ങൾ എനിക്ക് നേടിത്തന്ന എൻ്റെ ഭാഗ്യം. ശിവ മനസ്സിൽ പറയുമ്പോൾ അതറിഞ്ഞതുപോലെ ഡാനി അവൻ്റെ തോളിലൂടെ കൈ ചേർത്ത് പിടിച്ചു. പിറ്റേന്ന് ഉച്ചയോടെ തന്നെ അവർ പുതിയ വീട്ടിലേക്ക് പോയി. അഞ്ജലിയോടും കീർത്തിയോടും ഒന്നും പറഞ്ഞിരുന്നില്ല. എവിടേക്കോ പോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവർ 4 പേരും ജീപ്പിൽ തന്നെയാണ് പോയത്. ഓടിയിട്ട് ഒരു ചെറിയ വീടിന് മുമ്പിൽ വണ്ടി നിന്നും അഞ്ജുവും കീർത്തിയും പരസ്പരം നോക്കി. ഡാനി പോയി വാതിൽ തുറന്ന് അകത്ത് കയറി. ശിവ അവരെ നോക്കി വരാൻ പറഞ്ഞുകൊണ്ട് മുന്നിൽ നടന്നു. അവർ വാതിൽക്കിലെത്തുമ്പോൾ ഡാനി ഒരു വിളക്ക് കൊണ്ടുവരുന്ന കണ്ട് കീർത്തിയും അഞ്ജുവും ഒന്നും മനസ്സിലാവാതെ നിന്നു. രണ്ടുപേരും ഐശ്വര്യത്തോടെ കയറിക്കോ. ഇതൊക്കെ എന്താ ഡാനിച്ച? ഇനി മുതൽ ഇതാണ് നമ്മുടെ വീട്. കേട്ടതിൽ സന്തോഷം തോന്നിയെങ്കിലും അഞ്ജലി വേഗം തന്നെ ശിവയെ നോക്കി. അവിടെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു ഞങ്ങൾ. അതുകൊണ്ട് നല്ലടി, അവിടെ ആ ഒരു മുറിയല്ലേ ഉള്ളൂ. നമ്മളവിടെ കിടന്നാൽ ഇവ നമ്മളെ പ്രാഗി കൊല്ലും. ശിവ ചിരിയോടെ പറയുമ്പോൾ അഞ്ജലിയും ചിരിച്ചു. എങ്കിലും അവൾക്ക് അറിയാമായിരുന്നു ഈ മാറ്റം തങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്ന്. ഒരു കുറവ് അറിയിക്കാതിരിക്കാൻ വേണ്ടി അവരെ കൊണ്ട് ആവും പോലെ നോക്കിയാണെന്ന്. അപ്പൊ രണ്ടുപേരും പിടിച്ച് കയറിക്കോ. കീർത്തി അഞ്ജലിയും സന്തോഷത്തോടെ അതിലേറെ പ്രാർത്ഥനയോടെ അകത്ത് കയറി. അത്യാവശ്യം വലിയ വീട് തന്നെയായിരുന്നു. ഓടാണെന്നേ ഉള്ളൂ, എങ്കിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഇനി നിങ്ങളോടൊരു കാര്യം പറയട്ടെ? ഡാനി പുറകിൽ നിന്ന് ചോദിച്ചു. വീട് മുഴുവൻ നോക്കിക്കാണുകയായിരുന്ന കീർത്തിയും അഞ്ജലി ഒരുപോലെ തിരിഞ്ഞു നോക്കി. ഞങ്ങൾ രണ്ടുപേരുടെയും ഇതുവരെയുള്ള ജീവിതം അറിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത്. നിങ്ങളുടെ വീട്ടിലെ പോലെ ഇല്ലെങ്കിലും ഞങ്ങളെ കൊണ്ടാവും പോലെ നോക്കും. ഡാനിച്ച വേണ്ട കേട്ടോ, എല്ലാം അറിഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങളുടെ കൂടെ പോന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്നേഹം കോച്ചിട്ട് തന്നെയാണ്. സുഖവും സൗകര്യവും നല്ല. അതല്ല, രണ്ടും കൂടെ പോരെടുത്ത് എന്നെ ഇവനെ ഒരു വഴിക്കാക്കരുതെന്നാണ് ഞാൻ പറയാൻ വന്ന്. ഡാനി ചിരിയോടെ പറഞ്ഞു. കീർത്തി ഡാനിയെ ദേഷ്യത്തിൽ നോക്കി. ഓഹോ, ഞാൻ ഇവളും തമ്മിലൊരു പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. പക്ഷേ ഞാനും നിങ്ങളും തമ്മിൽ ചാൻസ് ഉണ്ട്. അയ്യോ മോളെ ചതിക്കല്ലേ, നീ പറയുന്ന എന്ത് വേണമെങ്കിലും ഈ ചായൻ ചെയ്യില്ലേ. എന്നാലേ ആദ്യം ആ കള്ളൂടി നിർത്താൻ നോക്കും, എന്നിട്ട് ബാക്കി പറയാം. കീർത്തി പറഞ്ഞിട്ട് ശിവ ചിരി അടക്കി പിടിച്ചു. അവിടെ നിന്നാൽ കീർത്തി വീണ്ടും അവനിട്ട് പാരവണിന്ന് അറിയുന്നതുകൊണ്ട് ഡാനി അവളെയും വലിച്ചുകൊണ്ട് വേഗം ഒരു മുറിയിലേക്ക് കയറി. അവർ പോയതും അഞ്ജലി ചിരിയോടെ ശിവയെ നോക്കി. ചുമരിൽ ചാരിന്ന് കൈകെട്ടി നോക്കി നിൽക്കുകയാണ് അവൻ. അവൾ അവൻ്റെ അരികിൽ പോയി. എന്താ, ഞാനും കള്ളൂടി നിർത്തണം? വേണ്ട, പക്ഷെ എപ്പോഴും ഒരു കാര്യം ഓർക്കണം, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ശിവ മനസ്സിലാവാത്ത പോലെ അവളെ നോക്കി. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരാവാതെ നോക്കണമെന്ന്. ഓഹോ, അപ്പൊ കുടിച്ചിട്ട് വന്നാ നീ എന്നെ തല്ലുവോ? ചേച്ചേ, അഞ്ജലി അങ്ങനെയൊന്നും ചെയ്യില്ല. പക്ഷേ ഈ വാതിൽ നിനക്ക് മുമ്പിൽ തുറക്കപ്പെടില്ല. അവൾ വാതിൽ ചൂണ്ടി പറഞ്ഞു. ശിവ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവളെ ചുമരിനോട് ചേർത്ത് നിർത്തി. അവളുടെ മുഖത്തോട് മുഖം ചേർത്ത് വെച്ച്. എൻ്റെ പെണ്ണിനെ കാണാൻ വേണ്ടി വീടിൻ്റെ ഓട് പൊളിച്ചും വരും ഞാൻ. വളരെ ആർദ്രമായി അവൻ പറഞ്ഞത്. അവളുടെ മിഴികൾ കൂടുതൽ വിടർന്നു. അവളും അവനിലേക്ക് കൂടുതൽ ചേർന്ന് നിന്നു. എന്തിനാ എന്നെ കാണാൻ വരുന്നേ? അതോ, അത് അവളുടെ ചുണ്ടിൽ തഴുകിക്കൊണ്ട് ശിവ അവളെ നോക്കി. ആ സമയം ഒരു ചുംബനം കൊതിച്ചിട്ടെന്ന പോലെ അഞ്ജലിയിൽ നിന്നു. ഈ സമയമാണ് ഡാനി മുറിയിൽ നിന്ന് പുറത്തു വന്ന്. ശിവയും അഞ്ജുവും കിസുയാണെന്ന് കരുതി അവൻ അതേ സ്പീഡിൽ തന്നെ വാതിലടച്ചു. അവന്റെ പുറകിൽ വന്ന കീർത്തി എന്താ എന്ന ഭാവത്തിൽ അവനെ നോക്കി. അങ്ങോട്ട് മാറിച്ചായ, ഞാൻ വീടൊക്കെ ഒന്ന് കാണട്ടെ. ഇപ്പൊ കാണണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പോവാം. അതെന്താ ഇപ്പൊ പോയാ? ഇപ്പൊ പോകണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ കാണാൻ പാടില്ലാത്ത എന്തുകൊണ്ട് അവിടെ? ഞാൻ നോക്കട്ടെ. ഇടി പോത്തെ, അവിടെ റൊമാൻറ്റിക് സീൻ ഓടുക. നമ്മളിതിനെ വെറുതെ കട്ടുറുമ്പാവുന്നേ ആണോ? എന്നാ ഞാനൊന്ന് കാണട്ടെ. നീ എന്തിനാ അവിടെ കാണുന്നേ? ഇച്ചായൻ കാണിച്ചു തരില്ലേ മോൾക്ക്? അയ്യേടാ, ഉമ്മൊക്കെ ഇങ്ങോട്ട് വന്നോണ്ടല്ലോ മുട്ടുകാർ തല്ലി ഓടിക്കും. അതെന്താടി ഇത്രയും ദേഷ്യം? നിങ്ങളുടെ കുറച്ച് പഴങ്കഥകൾ ഞാൻ അറിഞ്ഞു. ഡാനി ഒന്നും മനസ്സിലാവാതെ അന്തം വിട്ട് നിൽക്കുകയായിരുന്നു. ഗൗത എല്ലാം എന്നോട് പറഞ്ഞു. എന്നെ വളക്കാൻ അവനോട് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞതൊക്കെ. എടി, അത് അവൾക്കൊരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയല്ലേ? അതെ, അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ഏത് പെണ്ണിനെ കണ്ടാലും ഇങ്ങനെ ആണെന്നല്ലേ? കീർത്തി പറഞ്ഞു കഴിഞ്ഞു. ഡാനി കാറ്റുപോയ ബലൂൺ പോലെയായി. എനിക്കറിയണം നിങ്ങൾ എത്ര പേര് സെറ്റാക്കിയെന്ന്. അത് പറയാതെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അത്രയും പറഞ്ഞു കഴിഞ്ഞ് കീർത്തി ദേഷ്യത്തിൽ വാതിൽ തുറന്ന് പുറത്തുപോയി. ഡാനി വേഗം ഫോണെടുത്ത് ഗൗതമിന്റെ നമ്പർ ഡയൽ ചെയ്ത് കാതോരം വെച്ചു. പല്ലുകടിച്ച് ദേഷ്യം കടിച്ചമർത്തി. എന്താ മോനെ ഡാനിക്കുട്ടാ? മോനെ, നീ എന്തൊക്കെയാടാ അവളോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? ഈ വിളി ഞാൻ കുറച്ച് നേരത്തെ പ്രതീക്ഷിച്ച. എന്തേ വൈകിയോ? ആളെ കളിയാക്കാതെ കാര്യം പറയണ പട്ടി. ഞാൻ എന്ത് പറയാനാണ് ബ്രോ? ഞാൻ അവളോട് കുറച്ച് സത്യങ്ങൾ പറഞ്ഞു, കൂട്ടത്തിലൊരു ഊഹവും.
അവന്റെ ഒരു ഊഹം. എന്റെ കഞ്ഞീര് പാറ്റിട്ടുകൊണ്ടാണ് അവിടെ കോപ്പെ നിന്റെ ഊഹം. അതിനിപ്പോ എന്താ ഉണ്ടായേ? ബുദ്ധി അടുത്തുകൂടെ പോയിട്ടില്ലാത്ത സാധനമാണത്. അവൾ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഇതിനു പിന്നിൽ നീ തന്നെ ആവും. ഞങ്ങളെല്ലാവരെയും പറ്റിച്ച് രണ്ടും കൂടെ കുറച്ചാലങ്ങ് ഉണ്ടാക്കിയില്ലേ, അതിനുള്ള എൻ്റെ ചെറിയൊരു പണി. കട്ട് തിന്ന് നിന്റെ അടുത്തുണ്ടായാലും നിനക്ക് തിന്നാൻ പറ്റരുത്. നീ നോയിക്കോടാ, നിന്റെ ഫസ്റ്റ് നൈറ്റ് ഞാൻ കൊളാക്കി കൈ തരൂടാ തെണ്ടി. സാരമില്ല, എന്നാൽ നീ കുറച്ച് ദിവസം പട്ടിണി അടക്കും. ഗൗതം ചിരിയോടെ ഫോൺ വെച്ചു ഡാനി തലക്ക് കൈ കൊടുത്തു. അവളെ പറഞ്ഞു മനസ്സിലാക്കി ഈ ജന്മം പോരല്ലോ. മോളെ കീർത്തു, ഈ ചായം സഹായിക്കാടി. ഡാനി കീർത്തിയെ വരുതിയിലാക്കാൻ വേണ്ടി അവളെ തിരിഞ്ഞുപോയി. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് ശിവ അഞ്ജലി എടുത്ത് മുറിയിൽ കൊണ്ടുവന്ന് ബെഡിൽ കിടത്തിയിരുന്നു. അവളുടെ മുകളിൽ കയറി കിടന്നു. അവളുടെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയായിരുന്നു അവൻ. അവന്റെ മുടിയിഴകളിലൂടെ കൈയിട്ടുകൊണ്ട് അവളും കിടന്നു. പേടി തോന്നുന്നുണ്ടോടി? റൗഡി ശിവജിത്തിന് പേടിയോ? റൗഡി ശിവക്കൊന്നിനെയും പേടിയില്ല. പക്ഷെ അഞ്ജലിയുടെ റൗഡിക്ക് ഒന്ന് മാത്രം പേടിയാണ്, സ്നേഹം. അഞ്ജലി അവന്റെ മുഖം പിടിച്ചുയർത്തി. എന്താ റൗഡി? എന്നെ കൊതിപ്പിച്ചിട്ട് നീ പോകൂ എന്നൊരു പേടി. എവിടെയും തോൽക്കാത്ത ഞാൻ അവിടെ തോറ്റു പോകുമടി. ഞാൻ പോകുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, പക്ഷെ എന്തോ അങ്ങനെ ഒരു ചിന്ത. ഇത്രനാൾ ഒന്നിനെയും കുറിച്ച് ചിന്തിക്കേണ്ട. എനിക്കെന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ല. പക്ഷെ ഇപ്പം എനിക്കെന്തെങ്കിലും പറ്റിയാൽ നിന്നെ വേദനിപ്പിക്കാൻ എനിക്ക് വയ്യ. ഞാനാകെ നോക്ക്, ഇതുവരെ നീ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ തന്നെ ജീവിച്ചത്. ന്യായമായ ആവശ്യങ്ങൾക്ക് മാത്രമേ നീ കത്തിയെടുത്തുള്ളൂ എന്ന് എനിക്കറിയാം. നിന്റെ പേരിൽ ആരെങ്കിലും എന്നെ ഉപദ്രവിക്കുന്ന പേടിയാണെങ്കിൽ അത് വേണ്ട റൗഡി. അങ്ങനെയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. നിനക്ക് എന്ത് സംഭവിച്ചാലും എനിക്ക് സന്തോഷമായിരിക്കും. കാരണം ഞാൻ ആഗ്രഹിച്ച് നടന്നു കഴിഞ്ഞു. അവൻ അവിടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി വെച്ച് 5 ചിരിയോടെ അവനെ ചുറ്റിപ്പിടിച്ച്. അങ്ങനെ നിന്നെ ഒറ്റയടിക്ക് വിടുമോ ഞാൻ? അതിന് കാരണമായവനെ നിർത്തിയിട്ട് ഞാൻ വരില്ലേ നിന്റെ കൂടെ? അവൻ്റെ താടിരോമങ്ങൾ അവളുടെ കഴുത്തിൽ കുത്തുമ്പോൾ ഉള്ളിൽ പല വികാരങ്ങൾ ഉയരാൻ തുടങ്ങുന്നു അവർ രണ്ടുപേരും അറിഞ്ഞു. അവൻ്റെ ചുണ്ടുകൾ കഴുത്തിൽ ചുംബന നിറക്കവേ അവൾ പിടഞ്ഞുപോയി. കഴുത്തിൽ നിന്ന് മുഖത്തേക്ക് പാഞ്ഞുകൊണ്ടിരുന്ന അധരം അവളുടെ അധരവുമായി കോർത്തു വലിക്കുമ്പോൾ അവൻ്റെ കൈകൾ അവളിലെ നഗ്നത തേടുകയായിരുന്നു. അവരുടെ പ്രണയം ആളിക്കത്താൻ വെമ്പൽ കൊള്ളുന്ന അറിഞ്ഞ പോലെ അവളും അവനിലേക്ക് അടുത്തു. ശിവയുടെ പ്രണയാഗ്നി ഏറ്റുവാങ്ങാൻ. പിന്നീട് ശിവയുടെയും അഞ്ജലിയുടെയും ജീവിതത്തിൽ സന്തോഷം മാത്രമായിരുന്നു. കൂടെ ഡാനിയെ കീർത്തി അവരുടെ ജീവിതം ആഘോഷമാക്കി. ഡാനിയുടെയും ശിവയുടെയും സ്നേഹത്തിന് മുമ്പിൽ അവർക്ക് മുമ്പിലുള്ള കുറവുകളൊന്നും അവർ കണ്ടില്ല. അത് തന്നെയായിരുന്നു അഞ്ജുവും കീർത്തിയും ആഗ്രഹിച്ചത്. ശിവപ്പ് അധികം അടിപിടിക്കൊന്നും പോവാറില്ല, ഒഴിവാക്കാൻ പറ്റാത്തത് മാത്രം. ഡാനിയും അവനൊരു ജോലിക്ക് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരെ പേടിയുള്ളവരാരും അവർക്ക് ജോലി കൊടുക്കില്ലല്ലോ. അഞ്ജലി ഇടയ്ക്ക് വീട്ടിൽ പോവെങ്കിലും അന്ന് തന്നെ തിരിച്ചു പോന്നിരുന്നു. നമ്പ്യാരും രാധയും അവളെ കാണാൻ തിരിച്ചും വരാറുണ്ട്. ശാലിനിയും അച്ഛയുമായിട്ടുള്ള പിണക്കമെല്ലാം തീർന്ന് ഒരു യാത്രയിലായിരുന്നു. ഗൗതം അവന്റെ പഠിത്തവുമായി മുന്നോട്ട് പോകുന്നു. കീർത്തിയുടെ വീട്ടിൽ അവളോട് ചെറിയ ദേഷ്യമുണ്ടെങ്കിലും ദിവസവും ഫോൺ വിളിക്കാറുണ്ട്. എല്ലാം ശരിയാവും എന്ന് പറഞ്ഞ് ഡാനി ആശ്വസിപ്പിക്കാനുള്ളപ്പോൾ ആ വിഷമം അവൾ മറക്കും. ഗൗതമിനെ അവന്റെ പേരൻസ് അവരുടെ കൂടെ കൊണ്ടുപോകണമെന്ന വാശിയിൽ തന്നെയായിരുന്നു. പക്ഷേ അവനതിന് താല്പര്യമില്ലായിരുന്നു. ഒടുവിൽ അച്ഛൻ്റെയും അമ്മയുടെ ആഗ്രഹത്തിന് വഴങ്ങേണ്ടി വന്നവൻ. അജയും മഞ്ജുവും കീർത്തിയും എല്ലാം ചേരിയിൽ നിന്ന് വിവാഹം കഴിച്ചു തന്നെയായിരുന്നു അവരുടെ വാശിക്ക് പുറകെ. ഗൗതമും അവരെ പോലെ വല്ലതും ചെയ്യുമോ എന്ന പേടി. ഗൗതം പോകുന്നതിൽ ഏറ്റവും വിഷമം അഞ്ജുവിന് തന്നെയായിരുന്നു. എന്തിനും ഏതിനും കൂടെ നിന്നവനാണ് അവൻ. മാത്രമായിരുന്നു അവളുടെ ലോകം തന്നെ. ഒപ്പം അവൻ്റെ ആഗ്രഹമെല്ലാം ഉപേക്ഷിച്ച് പോകുന്നതുകൂടെ അവളുടെ സങ്കടം കൂട്ടി. ഗൗതം പോകുന്നതിൻ്റെ തലേന്ന് എല്ലാവരെയും ശിവ വീട്ടിലേക്ക് ക്ഷണിച്ചിരുന്നു. അജയും ശാലിനിയും യാത്ര കഴിഞ്ഞ് വന്നിരുന്നു. അവരും പിന്നെ അഞ്ജു വിളിച്ചു പറഞ്ഞ് അമ്മുവും വരാമെന്ന് പറഞ്ഞിരുന്നു. അജയും ശാലിനിയും വരുന്ന വഴി അമ്മുവിനെയും കൂട്ടി വന്നു. ഗൗതം നേരത്തെ എത്തിയിരുന്നു. ആ രാത്രി എല്ലാവരും ഒത്തുകൂടി. പെണ്ണുങ്ങളെല്ലാം അടുക്കളയിൽ പാചകത്തിലായിരുന്നു. ആണുങ്ങളെല്ലാം മുറ്റത്ത് തിണ്ണരിയിരുന്നു. അജയ്ക്ക് ശിവയോട് അടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവർക്കിടയിൽ സംസാരം കുറവായിരുന്നു. ഇനി ഇവനെ കൂടി ഒരു കയറിട്ട് കൂട്ടിയാ ഞാൻ ഹാപ്പിയായി. ഡാനി ഗൗതമിന്റെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. ആരെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ പറഞ്ഞോടാ, ഞങ്ങൾ നടത്തി തരാം. ഓ വേണ്ടായി, സിംഗിളാണ് മോനെ, പൊളി ലൈഫ്. എൻ്റെ മുമ്പിലിരിക്കുന്നത് നിങ്ങൾ തന്നെ അതിന് ഉദാഹരണമല്ലേ. അതിന് ഞങ്ങൾക്കിപ്പോൾ എന്താ ഉണ്ടായത്? പിന്നെ കല്യാണം കഴിച്ചപ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു മാറ്റം കണ്ടോ? അജയ് വീട് ബിസിനസ് മാത്രമായി ചുരുങ്ങി. ഇടയിൽ പാർട്ടി കറക്കുന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ആളാ. പിന്നെ അതിലും വലുതന്നെ മോനെ ഡാനി ഈ ഇരിക്കുന്നേ. ഗൗതം ശിവയെ ചൂണ്ടി പറഞ്ഞു. അവരെല്ലാം ശിവയെ നോക്കി. ശിവ ചിരിയോടെ ഇരിക്കുകയായിരുന്നു. എങ്ങനെ നടന്നിരുന്ന പയ്യന് എൻ്റെ അഞ്ജു വന്നവിടെ എന്താ അടക്കും ഒതുക്കുക മീനയും. ഹോ, അവൻ്റെ സംസാരം കേട്ട് എല്ലാവരും ചിരിച്ചു. നീ ചിരിക്കണ ഡാനിച്ച, നിന്നെ കൂടെ ചേർത്താ കീർത്തി മുന്നിൽ വന്നിരുന്നാൽ മതി, നിന്റെ മുട്ട് വിറക്കുമോനെ. അതുകൊണ്ട് ഈ ഗൗതം കുറച്ചാരെങ്കിലും ആശ്വാസത്തിൽ ജീവിക്കട്ടെ. അപ്പോഴാണ് അഞ്ജലി അങ്ങോട്ട് വന്നത്. അവൾ വന്ന് ഗൗതമിൻ്റെ അടുത്ത് വന്നിരുന്നു. അവൻ്റെ തോളിലൂടെ കൈയിട്ട് തലയായിച്ചിരുന്നു. അവളുടെ വിഷമം അറിയാവുന്നതുകൊണ്ട് ആരൊന്നും മിണ്ടിയില്ല. അവളുടെ മിഴികൾ ശിവയെ നോക്കിയതും അവൻ കണ്ണിച്ചിമ്മി കാണിച്ചു.
ഗൗതമിനും അവളുടെ മൗനം ഏറെ സങ്കടം നൽകി.